ഇപ്പോൾ ഏറ്റവും അവർക്ക് അണികളെ കൂട്ടാനുള്ള ഉത്തേജന ഔഷധമായി അവർ കാണുന്ന പേര് കുരുവട്ടൂർ. അവരെ നമുക്ക് കൈകാര്യം ചെയ്യുന്ന പരിപാടിയാണ് വരാൻ പോകുന്നത്. നമുക്കാണ് ഇത് കേട്ടപ്പോൾ വലിയൊരുനാളും വെള്ളിയാഴ്ച ഒരുമിച്ച് വന്ന സന്തോഷമായി. കാരണം കുറെ കാലമായല്ലോ നമ്മൾ ഇവർക്ക് മരുന്ന്, ഇവരെ പുകച്ചു പുറത്തിയാടിക്കാനുള്ള മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. കുരുവട്ടൂരി ഗുണ്ട ഗ്യാങ്ങിലെ പ്രധാന ഗുണ്ടയായ തെറിയൂർ കുഞ്ഞമ്മദ് പറയുകയാണ്, തെറിയൂർ കുഞ്ഞമ്മദ് അടക്കമുള്ള ഗുണ്ടകൾക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ മറുപടി സോഷ്യൽ മീഡിയയിൽ പലരും കൊടുക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷമായിരുന്നു. കാരണം കുറേ കാലമായാലും ഇവരിങ്ങനെ മരുന്നിട്ടുകൊണ്ട് നമ്മളെ പുകച്ച് ചാടിച്ചാൽ നോക്കണം. പക്ഷേ ഇവരുടെ തോന്നിയാസങ്ങളും ഇസ്ലാമിനെ നിരക്കാത്ത സംഗതികളും പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഇറ്റിങ്ങൾക്കെതിരെ പൊങ്കാലിടാൻ തുടങ്ങി. ഇവന്മാർ മുമ്പ് പറഞ്ഞത് എന്താണെന്നറിയോ? എനിക്ക് നിങ്ങളെ സംഘടന പൊളിക്കാൻ 10 മിനിറ്റ് ആവശ്യമുള്ളൂ. കാരണം എന്താ, അതിന്റെ ഉള്ളിൽ വർക്ക് ചെയ്ത ആളാ ഞാൻ. വെറും 10 മിനിറ്റ് മതി ഈ സംഘടനയെ പൊളിക്കാൻ ചെയ്യുന്നത്. കാരണം ഇവൻ്റെ ഉള്ളി വർക്ക് ചെയ്തായതുകൊണ്ട് 10 മിനിറ്റ് മതി എന്നാണ് 13-14 കൊല്ലത്ത് പറഞ്ഞു നടന്നു. ഇപ്പോൾ തെറിയൂർ കുഞ്ഞമ്മ പറഞ്ഞ കുറേ കാലമായി നമ്മൾ ശ്രമിക്കണു പുകച്ച് ചാടിക്കാൻ വേണ്ടി, ഇതുവരെ ഒന്നും വന്നില്ല. ഇപ്പം എന്താവും കുറേ ആൾക്കാർ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ. കുഞ്ഞമ്മ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, സോഷ്യൽ മീഡിയയിൽ മൂക്ക് കീപ്പട്ടായ മനുഷ്യന്മാരൊക്കെ നിങ്ങൾക്ക് തലച്ചോറില്ല എന്ന് മനസ്സിലാക്കി പ്രതികരിക്കുകയാണ്. ആ പ്രതികരിക്കുന്ന എല്ലാവരും കൂടി AP സംഘടനയുടെ ആളാണെന്നോ AP സമസ്തക്കാരാണെന്നോ AP സംഘടനയെ അനുകൂലിക്കലാണെന്നോ ഇത് മനസ്സിലാക്കരുത്. തലച്ചോറില്ലാന്ന് മനസ്സിലാക്കിയപ്പോൾ പൊതുജനങ്ങൾ മൊത്തം പ്രതികരിക്കാൻ തുടങ്ങിയതാണ്. ആ പ്രതികരിക്കുന്നവരൊക്കെ APക്കാരല്ല, ആദ്യം മനസ്സിലാക്കിക്കോ. എനിക്ക് തലച്ചോറില്ലാന്നതിന് കൂടുതൽ തെളിവൊന്നും വേണ്ട, ഒന്നിച്ച് മനസ്സിലാക്കാൻ പറ്റുമോ? എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് AP സമസ്തയെ കബറിലാക്കിയാണ്ട് മീതാങ്കല്ല് നട്ടുകാണ്ട് അവിടെ മൈലാഞ്ചി ചെടി നട്ടുപോയതല്ലേ, എനിക്ക് ഓർമ്മ ഉണ്ടത്? ഞങ്ങളിതാ ഖബറടക്കിയിരിക്കുന്നു. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. കാന്തപുരം സമസ്തക്കാരെ അവരുടെ ഔലിയാക്കൾക്കെതിരെയുള്ള വാദത്തെ ഞങ്ങളിതാ 3 പിടിയും മണ്ണ് വാരിയിട്ടിട്ട് ഇവിടെ ഖബറടക്കിയിരിക്കുന്നു. ഇനി ഒരു നിശാങ്കല്ല് ഞങ്ങൾ കുത്തിവെക്കുന്നുണ്ട്. അപ്പോൾ കുരുവട്ടൂർ ഇബ്ലീസ് ത്വരീഖത്തിൻ്റെ തൊഗാടിക്കൻ പ്രകാശകനായ ഈ തെറിയൂർ കുഞ്ഞമ്മദ് വർഷങ്ങൾക്ക് മുമ്പ് 2025 പറഞ്ഞത് AP ഭാഗത്തിനെ മറമാടിയിരിക്കുന്നു. അതാ ഞങ്ങൾ മറവ് ചെയ്തിട്ടുണ്ട്, അവിടെ മൈലാഞ്ചി ചെടിയും വെച്ചിട്ടുണ്ട്, മീതാങ്കല്ലും വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പോകുന്ന പെരിയിലൊക്കെ ഇരുന്നുകാണ്ട് ഇങ്ങനെ പരിപാടി എടുത്തപ്പോഴാണ് ഇവ ഒരു കാര്യം മറന്നത്. അതിൻ്റെ ഉള്ളിൽ മയ്യത്ത് വെച്ചിട്ടില്ലായിരുന്നു എന്ന് മനസ്സിലായത്. അപ്പോൾ എന്തോ അങ്ങേപ്പുറത്ത് വീണ്ടും മറമാടുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, തലച്ചോറുണ്ടോ? ഏതെങ്കിലും ഒരു സംഘടനയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മറമാടിയുണ്ടെങ്കിൽ പിന്നെ മറമാടലുണ്ടോ? ആദ്യം ഒന്ന് മറമാടി പിന്നെ വീണ്ടും വേറെ അടുത്തത് വീണ്ടും മറമാടുകയാണ്. അതാ തലച്ചോറ് കമ്മിയാറുണ്ട്. കഴിഞ്ഞൊല്ലം മറമാടിയതാണ്. AP സമസ്തഞ്ഞില്ല, കഴിഞ്ഞു ഒരു സംഗതി കഴിഞ്ഞു, ജീവൻ പോയി. മറമാടി കഴിഞ്ഞാൽ പിന്നെ മറമാടുന്ന പരിപാടി കുരുവട്ടൂരിക്ക് അന്തം കഴിഞ്ഞിട്ടല്ലേ ചെയ്യുന്നത്? സോഹിൽ ബിൽ ബക്കറ്റാണല്ലേ ഇത് പറഞ്ഞു കൊടുക്കാൻ നിൽക്കുന്നത്. ആരാ ഈ സോഹിൽ ബിൽ ബക്കറ്റ്? ട്രൗസറും കുപ്പായിട്ട് കാണ്ട് ഇടയ്ക്കിടയ്ക്ക് ദുബായിലോ അവിടെ ഇവിടെ മുരീദിനെ പറ്റിച്ച് കറങ്ങി നടക്കുന്ന ഗ്ലോബൽ തെണ്ടി. ഇതാ വീണ്ടും പറയുന്നത് കേട്ടു നോക്കി. ബാത്തിലാകുന്ന ഈ AP സമസ്തയുടെ ഈ ബിദ്ഈ വാദങ്ങൾ പൂർണ്ണമായി ഇവിടെ മണ്ണ് വാരിയിട്ട് ഈ മുഹറം മാസത്തിൽ നമ്മൾ ഖബറടക്കുകയാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അജ്മഈൻ. അമ്മാ ബഅദ്. ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ട് പോവാണ്. കുരുവട്ടൂർ ജയക്കുട്ടിൻ്റെ അളിയൻ പമ്പേഴ്സ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. തലക്ക് ചൂടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. ഇന്നലെ പറഞ്ഞ എന്താണെന്ന് ഇന്ന് ഓർമ്മയില്ല. 6 മാസം മുമ്പ് മറവ് ചെയ്തത് വീണ്ടും ചെന്നാണ് വീണ്ടും മറവ് ചെയ്യുകയാണ്. ഇങ്ങനെ പറയാം AP ഭാഗത്തിൻ്റെ വിധേയി വാദങ്ങൾ. എന്ത് വിധേയി വാദങ്ങൾ? പടച്ചോനല്ല CM വലിയുള്ളാഹി എന്ന് പറഞ്ഞതാണോ? പടച്ചോനല്ല മമ്പ്രന്തങ്ങൾ എന്ന് പറഞ്ഞാണോ? ഔലിയാക്കളൊന്നും പടച്ചോന്മാരല്ല എന്ന് പറഞ്ഞതാണോ? അള്ളാഹു കൊടുക്കുന്ന കൈ കൊണ്ട് മഹാന്മാർ സഹായിക്കും, അതിൽ യാതൊരു വ്യത്യാസമല്ല. ഇസ്തിഹാസും തവസ്സുലും ചെയ്യാം, അതിനും കുഴപ്പമില്ല. പക്ഷേ മഹാന്മാരാകുന്ന ഔലിയാക്കൾ പടച്ചോനല്ല എന്ന് പറഞ്ഞതാണോ വിധേയവാദം തന്നെ? അങ്ങനെയാണെങ്കിൽ 1,24,000 പഠിപ്പിച്ച തൗഹീദ്, 1,24,000 അംബിയ മുർസലിങ്ങളും പഠിപ്പിച്ച തൗഹീദ് അതാണ്. അപ്പം അമ്പിയാക്കളൊക്കെ വിദഗ്ധക്കാരെന്ന് പറയേണ്ടി വരില്ലേ?
ഉളുപ്പില്ലാത്തവന്. അത് ഔലിയാക്കൾ എന്തെന്ന് പഠിക്ക്, സ്വാലിഹ്യങ്ങൾ എന്തെന്ന് പഠിക്ക്, അള്ളാഹു എന്തെന്ന് പഠിക്ക്, ഖാലിഖ് എന്ത് മഖ്ലൂഖ് എന്തെന്ന് പഠിക്ക്. സൃഷ്ടാവായ അള്ളാഹുവിനുണ്ടാകേണ്ട വിശേഷണങ്ങൾ അപ്പടി തന്നെ വെച്ചു കൊടുക്കുകയാണോ ചെയ്യുന്നത്? അത് തമ്മിൽ വ്യത്യാസങ്ങളില്ലേ? കുരുവട്ടൂരെ, നിങ്ങൾ പറയുന്നത് അടിസ്ഥാനപരമായി തെറ്റാണ്. അള്ളാഹു റഊഫ് റഹീമായതുപോലെ അല്ല അള്ളാഹിൻ്റെ റസൂൽ റഊഫ് റഹീമായത്. അള്ളാഹു സ്വയം പര്യാപ്തതയിൽ നിന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹ്യങ്ങളൊക്കെ അള്ളാഹു കൊടുത്തിട്ടുള്ളതിൽ നിന്നുള്ളതാണ്, സ്വയം പര്യാപ്തരല്ല. അത് മനസ്സിലാക്കണം. ഈസാ നബി അലൈഹി സ്വലാം കളിമണ്ണിൽ നിന്ന് പക്ഷി ഉണ്ടാക്കി അതിലേക്ക് ഊതി പറപ്പിച്ചു. അതുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാം പടച്ചോനാന്ന് പറയാൻ പറ്റുമോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കുരുവട്ടൂരല്ലാത്ത ആരെങ്കിലും ഈസാ നബി പടച്ചോനായിരുന്നത്? അമ്പിയാക്കന്മാരും മൗലിയാക്കന്മാരും മോചിതത്ത് കൊണ്ട് മോചിതത്ത് കൊണ്ടും കറാമത്ത് കൊണ്ടും പല സംഭവങ്ങളും അമാനുഷികം കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും മോമിനീങ്ങളായ ആരെങ്കിലും അമ്പിയാക്കന്മാരും മൗലിയാക്കന്മാരും ഒക്കെയും പടച്ചോനാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? അള്ളാഹുവിനെ പുത്രനെ സങ്കല്പിക്കുകയും അള്ളാഹുവിന് മലായിക്കത്തുകളെ പെൺകുട്ടികളാന്ന് പറയുന്നതൊക്കെ ചെയ്യുന്നവനും പച്ച കാഫിറാന്ന പച്ച മുശ്രിക്കാന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ്റെ ഭാഷ ഉള്ളത്. അങ്ങനെയാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഈസാ നബി അലൈഹി സ്വലാമിനെ നിഷേധിച്ചത് കൊണ്ടല്ല നസ്രാണികൾ കാഫിറായി പോയത്. ഈസാ നബി അലൈഹി സ്വലാമിനെ വകവെച്ച് കൊടുക്കേണ്ട സ്ഥാനത്തേക്കാൾ ഉപരി അള്ളാഹുവിൻ്റെ മകനാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മോചിതത്വങ്ങളും ഒരുപാട് അമാനുഷ്യത്വങ്ങളും കണ്ടപ്പോൾ കുരുവട്ടൂരി ഹംകിയങ്ങൾ തെറ്റിദ്ധരിച്ചതുപോലെ അള്ളാഹുവിൻ്റെ മകനാണ് എന്ന് പറഞ്ഞതും അത് വിശ്വസിച്ചതുമാണ് അവർ ചെയ്തു പോയ തെറ്റ്. ഉസൈർ അള്ളാഹുവിൻ്റെ മകനാണ് എന്ന് പറഞ്ഞതാണ് ആ വിഭാഗം ചെയ്തു പോയ തെറ്റ്. മലായിക്കത്തുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് പറഞ്ഞതാണ് മക്കയിലെ മുശ്രിക്കുകളിൽ നിന്ന് നല്ലൊരു ശതമാനം ചെയ്തു പോയ തെറ്റ്. ഇനിയിപ്പോൾ ഷിയാക്കൾ എങ്ങനെ ഷിയാക്കളായത്? അഹ്ലു ബൈത്തിനോട് പ്രിയമില്ലഞ്ഞിട്ടാണോ? ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ ആദരിക്കഴിഞ്ഞിട്ടാണോ? അല്ല, ആദരവ് വകവെച്ച് കൊടുക്കേണ്ടവരിൽ നിന്ന് അർഹമായതിനേക്കാൾ ഉപരി വകവെച്ച് കൊടുത്തു അല്ലേ? ബഹുമാനപ്പെട്ട അലിയാർ റളിയല്ലാഹു തആല അൻഹുവിനെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും അതിനേക്കാളും വലിയ സഹാബത്തിനെയും ഒക്കെ നിഷേധിച്ചുകൊണ്ടും തോന്നിയാസം പറഞ്ഞുകൊണ്ടും അലിയാർ തങ്ങളെ പുകഴ്ത്തി. അതാണ് അവർ ചെയ്തു പോയ തെറ്റ്. ഇപ്പം കുരുവട്ടൂരികളാകുന്ന നിങ്ങൾ ചെയ്യുന്നതോ മഹാനായ CM വലിയുള്ളാഹി അടക്കമുള്ള ഔലിയാക്കൾക്ക് വകവെച്ച് കൊടുക്കേണ്ടതിനേക്കാൾ ഉപരി അത് അള്ളാഹുവിലേക്ക് ചേർത്ത് കൊടുത്തുകൊണ്ട് ആ മഹാന്മാർ തന്നെയാണ് അള്ളാഹു തന്നെയാണ് മഹാന്മാർ, ഇത് രണ്ടും ഒന്നാണ് എന്ന് നിങ്ങളെ അനുയായികളെ പഠിപ്പിക്കുകയും അനുയായികൾ യാതൊരു എളുപ്പവും കഥയില്ലാതെ അള്ളാഹു എന്ന് പറഞ്ഞാൽ അത് CM വലിയുള്ളാഹിയാണ്, CM വലിയുള്ളാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹു ആണ്, രണ്ടും ഒന്നാണ് എന്ന് പറയുന്നിടത്തേക്കെത്തി. മുമ്പ് വേറെ കുറച്ച് ആൾക്കാർ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞിരുന്നു ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അത് CM വലിയുള്ളാഹിയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അവതരിപ്പിച്ചത് CMയിലൂടെയാണ് എന്ന് പറഞ്ഞ പിഴച്ച വാദം. ഇത്തരം വാദങ്ങളൊക്കെ നിങ്ങളിൽ ഉണ്ട് എന്ന് സോഷ്യൽ മീഡിയയുടെ പൊതുജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് നാടന്മാരായ ആൾക്കാർ പോലും നിങ്ങളെ പൊങ്കാട ഇടുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം.